Water presents Green Farm Arabian Kitchen Magic, hosted by Grandmart Hypermarket and powered by Feltron Electronics and Home Appliances and Hot Pack-ലേക്ക് സ്വാഗതം. Arabian Kitchen Magic. മലയാളികൾ എല്ലാവരും തന്നെ ഇപ്പോൾ വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആയി കഴിഞ്ഞു. മലയാളികളുടെ മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ ഇപ്പോൾ വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആണ്. കാര്യം, ധാരാളം അസുഖങ്ങളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒരു പക്ഷേ പഴയ ജനറേഷനിലെ ആൾക്കാർ ഇല്ലാതിരുന്ന പലതരം അസുഖങ്ങളും ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാർക്ക് വളരെ നേരത്തെ തന്നെ ഉണ്ടാകുന്നു. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നാണ് പറയുന്നത്. കാര്യം നമ്മളുടെ ഒരു ജീവിത രീതി കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, വളരെ സെഡൻഡറി ആയിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈല്, ഒരു പക്ഷേ നമ്മളുടെ ജോലി തിരക്ക് കൊണ്ടാകാം. പണ്ടത്തെ പോലെ ഒരു എക്സസൈസ് കാര്യങ്ങളൊന്നുമില്ല, വ്യായാമം തീരെ കിട്ടുന്നില്ല. കാര്യം നമ്മളുടെ വെളിപ്പുറത്ത് തന്നെ ഉണ്ട് എല്ലാ കാര്യങ്ങളും. ഒരു സ്വിച്ച് ഇട്ടാൽ നടക്കുന്ന കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇപ്പോൾ ഒരു നമുക്ക് മിക്സി ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ബേണർ ആണെങ്കിലും ഏത് കാര്യമാണെങ്കിലും പണ്ടത്തെ വീട്ടമ്മമാരൊന്നും അങ്ങനെയല്ലല്ലോ. നന്നായിട്ട് കായിക അധ്വാനം വേണമായിരുന്നു പല കാര്യങ്ങൾക്കും, മുറ്റമടിക്കുന്ന കാര്യം തൊട്ട്. അപ്പോൾ ആ സമയത്തൊന്നും ശരിക്കും മുറ്റമടിച്ച് തന്നെയല്ലേ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നെ കിണറ്റിൽ നിന്നും വെള്ളം കോരണം, പിന്നെ അരകല്ല് വെച്ചിട്ട് അരച്ചെടുക്കണം, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ. അതുകൊണ്ട് പക്ഷേ ഭയങ്കര ഫിറ്റായിരുന്നു കാര്യങ്ങൾ, അവരുടെ ശരീരം, ആരോഗ്യമൊക്കെ. അസുഖത്തിൻ്റെ കാര്യത്തിൽ ഒന്നും പേടിക്കണ്ട. പക്ഷെ ഇപ്പോഴത്തെ കാര്യം അങ്ങനെയല്ല. ജീവിത രീതി മാറിക്കഴിഞ്ഞു. എങ്കിലും നമ്മൾ പല കാര്യങ്ങളിലും ഇപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിലും ഭക്ഷണക്രമത്തിൽ പല കാര്യങ്ങളും നോക്കുന്നുണ്ടെങ്കിലും ചില കാര്യം വരുമ്പോൾ ഒരു ചെറിയ വീക്ക്നെസ് ഇപ്പോഴും ഉണ്ട്. പ്രത്യേകിച്ച് പറഞ്ഞാൽ മധുരത്തിൻ്റെ കാര്യത്തിൽ. ഭക്ഷണം എത്ര ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഇടയ്ക്കെങ്കിലും വല്ലപ്പോഴുമെങ്കിലും കുറച്ച് മധുരം കഴിക്കാൻ തോന്നാറില്ലേ? പ്രത്യേകിച്ച് പറഞ്ഞാൽ ഡെസേർട്ട് ഐറ്റംസ്, ചെറിയ പുഡിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അത്തരം ദിവസങ്ങൾക്ക് വേണ്ടി ആണെങ്കിൽ പോലും നല്ല നല്ല പരീക്ഷണങ്ങൾ എപ്പോഴും നല്ലതാണ്. അപ്പോൾ വീട്ടമ്മമാർ കൂടുതലായിട്ടും പുഡിങ്സ് പരീക്ഷിക്കുന്നതും അതിനുള്ള ഡിമാൻഡ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ മറ്റ് അംഗങ്ങൾക്ക് തയ്യാറാക്കി കൊടുക്കാനുള്ള അവരുടെ ഒരു ഉത്സാഹവും അതുകൊണ്ടാണ്. അപ്പോൾ നമ്മളുടെ കണ്ടസ്റ്റൻസ് എല്ലാവരും തന്നെ ഈ കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ടായതുകൊണ്ട് മാത്രമല്ല, അല്ലാതെ തന്നെ അവരുടെ വീടുകളിൽ പലതരം ഡിസേർട്ട്സ് അല്ലെങ്കിൽ പലതരം പുഡിങ്സ് പരീക്ഷിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ആ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ, ഓരോ ഐറ്റം അവർ തയ്യാറാക്കുന്ന ഒരു രീതി കാണുമ്പോൾ. എന്തായാലും നമ്മളുടെ 2 കണ്ടസ്റ്റൻസ് ഇനി ഇന്നത്തെ പുഡിംഗ് റൗണ്ടിലുണ്ട്. അപ്പോൾ അവരെന്തൊക്കെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ ആ പുഡിങ്ങുകൾ കാണുക, ആസ്വദിക്കുക. ഹായ്, ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന തീം എന്ന് പറഞ്ഞാൽ പുഡിങ്സ് ആണ്, ഡിസേർട്ട്സ് ആണ്. അപ്പം ഞാനിന്ന് ആക്ച്വലി ഒരു ഫ്രഞ്ച് ഡിസേർട്ട് ഇൻസ്പിറേഷനിലാണ് ചെയ്യുന്നത്. അതിലൊരു ചെറിയ മാറ്റം വരുത്തി എനിക്കിഷ്ടമുള്ള രീതിയിൽ എൻ്റെ ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. അപ്പം അതും കൂടെ ഇൻകോപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പാഷൻ സ്നോ എന്നാണ് ഞാൻ എന്നെ വിളിക്കുന്നത്. ബേസിക്കലി നമ്മൾ ഒരു ഐസ്ബർഗ് പോലെ എഗ്ഗ് വെച്ച് തന്നെയുള്ളൊരു കസ്റ്റർഡ് ബേസും അതിന് മുകളിൽ എഗ്ഗ് വെച്ച് തന്നെ ഫ്ലഫ് ചെയ്തിട്ട് ഒരു ഐസ്ബർഗ് പോലെ ഉണ്ടാക്കുകയാണ്. പാഷൻ സ്നോ ഐസ്ബർഗ്സ്. അപ്പം അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് പാഷൻ ഫ്രൂട്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, ക്രീം യൂസ് ചെയ്യുന്നുണ്ട്, ക്രീം ചീസും യൂസ് ചെയ്യുന്നുണ്ട്, എഗ് വൈറ്റും എഗ് യോക്സും യൂസ് ചെയ്യുന്നുണ്ട്, ഷുഗർ, വാനില എസൻസ്, മിൻറ്റും ഓറഞ്ചും ഞാൻ ഗാർണിഷിങ്ങിനും ചെറിയ ഫ്ലേവറിങ്ങിനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനാദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് എഗ് യോക്സ് ഷുഗറും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്ത് ശരിക്കും നല്ല ഒരു ക്രീമി ടെക്സ്ചർ ആവുന്ന വരെ, അതായത് ഒന്നും പെയിൽ കളർ ആവുന്ന വരെ നല്ലപോലെ വിസ്ക് വെച്ച് ബീറ്റ് ചെയ്യാൻ പോകണം. ഹായ് ഷെർലിയ. ഹായ് മാം. ഫിലാഡൽഫിയ ഒക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടല്ലോ. ആക്ച്വലി ഒരു ഫ്രഞ്ച് ഡിസേർട്ട് ഉണ്ട്, സ്നോ എഗ്സ് എന്നും പറഞ്ഞ്. അപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു ഇൻസ്പിറേഷന് തന്നെ പാഷൻ ഫ്രൂട്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് ഉണ്ടാക്കാനായിട്ടാണ്. ഇതിലിപ്പോൾ എന്തൊക്കെയുണ്ട്? ഇതിപ്പോൾ ഞാൻ ക്രീം മാത്രമേ ഉള്ളൂ, ക്രീമും ഷുഗറും. അപ്പോൾ ഇത് എഗ് യോക്കും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യണം. കഴിയുമ്പോൾ അത് മിക്സ് ചെയ്തിട്ട് ഒന്നൂടെ ഹീറ്റ് ചെയ്തിട്ട് കൂൾ ഡൗൺ ആയി കഴിയുമ്പം ക്രീം ചീസും കൂടെ മിക്സ് ചെയ്യും. കുറച്ച് ഓറഞ്ചിൻ്റെ സെസ്റ്റും ഒരു ചീസ് ബ്രെഡ് എന്ന് പറഞ്ഞാണ് ഫിലഡൽഫിയയുടെ അങ്ങനെ അവിടെ തിരിച്ചാണ് ക്രീം ചീസ് തന്നെ പറയുന്നത്. ഫിലാഡൽഫിയയുടെ എന്നിട്ട് കുറച്ച് ഓറഞ്ച് സെസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് ജസ്റ്റ് ബേസിക്കലി ആ പാഷൻ ഫ്രൂട്ടിന്റെ ഫ്ലേവറിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനായിട്ട്. അത് ഏത് ഭാഗത്താണ് ചേർക്കാൻ പോകുന്നത്? ദാറ്റ് വിൽ ബി ദ ടോപ്പിംഗ്. വളരെ കുറച്ച് ഞാൻ ചേർക്കുന്നുള്ളൂ, കസ്റ്റർഡ്. പിന്നെ അതിന്റെ മുകളിൽ എഗ് വൈറ്റ്സ് നല്ലപോലെ ഫ്ലഫ് ചെയ്തിട്ട് മെറിങ് സ്റ്റീം ചെയ്തെടുക്കുന്ന പോലെ, അതാണ് ആക്ച്വലി ബോയിൽ ചെയ്തെടുക്കുന്നത് അല്ലേ? അതിന്റെ മുകളിൽ. ഓക്കെ, അപ്പൊ നന്നായിട്ട് വരട്ടെ. താങ്ക് യു. ഞാനിപ്പോൾ എഗ് യോക്സും
ഷുഗറും കൂടെ ബീറ്റ് ചെയ്യാണ്. വാനില എസൻസ് ഇട്ടിട്ടുണ്ട്. അത് നല്ല ഇപ്പോൾ കളർ മാറി വരുന്നുണ്ടോ, നല്ല യെല്ലോ കളർ ആകുമ്പോഴത്തേക്കും ഒന്ന് പെയിലായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചൂടായിരിക്കുന്ന ക്രീം ഒഴിക്കാം. ക്രീം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യാം. ശരിക്കും കളർ മാറി നല്ല ലൈറ്റ് കളറാവണം. ഇപ്പം ഞാൻ എഗ് യോക്സും ഷുഗറും വാനില എസൻസും കൂടി ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ക്രീം ഒന്ന് ചൂടാക്കിയതുണ്ട്. ക്രീമിലും ഞാൻ കുറച്ച് ഷുഗറും വാനില എസൻസും മിക്സ് ചെയ്തിട്ടുണ്ട്. അത് ഞാനിപ്പം എഗ് യോക്സിലോട്ട് പതുക്കെ ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി മിക്സ് ചെയ്തു. ഇനി ഞാനിത് തിരിച്ച് സെയിം പാനിലേക്ക് തന്നെ ഒഴിച്ച് ഒന്ന് ജസ്റ്റ്, അതായത് ഒരു 2-3 മിനിറ്റിൻ്റെ താഴെ ഒന്ന് 40 സെക്കൻഡ്സോളം ഒന്ന് ചൂടാക്കണം. നമുക്കിതിപ്പം ആ സോസ് റെഡിയായി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ ലൈറ്റ് ക്രീമി കസ്റ്റേർഡാണ്, ഒരുപാട് തിക്കൻ ചെയ്യാത്തൊരു കസ്റ്റേർഡാണ്. ഒരു സോസ് പോലെ നമുക്ക് വേണ്ടത്. ആ കൺസിസ്റ്റൻസി എടുത്തിരിക്കുന്നത് അല്ല, ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. അതായത് നമ്മുടെ സ്പൂണിൻ്റെ ബാക്കിൽ ഒന്ന് കോട്ട് ചെയ്ത് തുടങ്ങുമ്പം എനിക്കിത് ഓഫ് ചെയ്യാം. ഞാനിത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. അതിട്ടു. ഇനി നമുക്കിതിലേക്ക് ക്രീം ചീസും കൂടെ മിക്സ് ചെയ്യണം. ക്രീം ചീസ് ഞാനിപ്പോൾ ഷുഗറുമായിട്ട് മിക്സ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് മതി ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് തണുക്കാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് പാലൊഴിച്ചു. പാലൊന്ന് ചൂടാക്കിയിട്ട് കുറച്ച് ഷുഗറും കൂടി ഇട്ട് ചൂടാക്കാൻ പോകണം. അപ്പോൾ അതൊന്ന് നല്ലപോലെ തിളയ്ക്കണം. ആ സമയത്ത് നമുക്ക് എഗ് വൈറ്റ്സ് ഇതിലുണ്ട്. അത് നമുക്കൊന്ന് നല്ലപോലെ പതപ്പിച്ചെടുക്കാം. ആദ്യം പതപ്പിക്കാനായിട്ട് ഞാൻ എഗ് വൈറ്റ്സ് നല്ലപോലെ കുറച്ച് പതപ്പിക്കും. പതപ്പിച്ചതിന് ശേഷം കുറച്ച് ഷുഗറും കൂടി ആഡ് ചെയ്ത് നല്ലപോലെ നല്ലൊരു ടെക്സ്ചർ ആക്കിയെടുക്കാം. ഇത് നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവും. ഇപ്പം ഫ്ലഫി ആവുന്നവരെ വെയിറ്റ് ചെയ്യും. ഇനി ഒരു പരുവായി കഴിയുമ്പം നമുക്കിതിലേക്ക് പതുക്കെ ഷുഗറും കൂടെ ആഡ് ചെയ്യും. ലാസ്റ്റ് മിനിറ്റ് എന്താണ് ഇവിടെ ടെൻഷനിൽ ഫ്ലഫി ആകുന്നില്ല. പാത്രത്തിൽ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ സംഭവിക്കേണ്ട കാര്യമില്ലല്ലോ. ഒട്ടും ആവുന്നില്ല. വേറെ ഫുള്ള് യൂസ് ചെയ്തു. ഓക്കെ, ഇത് സംതിങ് എൽസ്. അല്ലെങ്കിലേ ഇതിൽ ആകുന്നില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന ടെക്സ്ചർ കിട്ടില്ലല്ലോ. കാര്യം സ്നോ ഉണ്ടാക്കുന്നതല്ലേ. അതെ അതെ അതെ. അപ്പോൾ പണിയാവും. അതല്ല ഇപ്പം സമയമില്ല, നമുക്ക് സമയക്കുറവുണ്ട്. ഇതിൽ എഗ്സ് ഇരിപ്പുണ്ട്. ഉണ്ടല്ലോ. എൻ്റെ അല്ല ഇത് ഇവിടെ എഗ് വൈറ്റ് എടുത്തിട്ട് വേറെ പാത്രത്തിൽ ഇത് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തുടച്ചിട്ട്. ഓക്കെ, താങ്ക് യു. ഷുഗറും വാനില എസൻസും കൂടെ മിക്സ് ചെയ്തു. നല്ലപോലെ ഫ്ലഫിയായി നല്ല ടെക്സ്ചറായി വന്നു. ഇത് തിക്കായി നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്ന ഈ എഗ് വൈറ്റ്സ് ഞാനൊന്ന് നല്ലൊരു ഷേപ്പിലാക്കിയിട്ട് ഇതൊന്ന് നമുക്ക് ബോയിൽ ചെയ്തെടുക്കാം. ഇത് നമ്മളിപ്പം നല്ലപോലെ മുട്ട പതപ്പിച്ചത് ഷുഗറും കൂടി ഇട്ട് വാനില എസൻസും കൂടി ഇട്ട് പതപ്പിച്ച് നമ്മൾ പാലിനകത്തൊന്ന് വേവിച്ചെടുക്കുകയാണ്. ശരിക്കും ഒരു ഐസ്ബർഗ് പോലെ ആയില്ലേ. ഇത് ഞാൻ ക്രീം ചീസാണ് ഇട്ടിരിക്കുന്നത്. ക്രീം ചീസിൻ്റെ കൂടെ തന്നെ നല്ലപോലെ പഞ്ചസാരയും കൂടി ഇട്ട് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ പോകണം. വാനില എസൻസും വേണം കുറച്ച്. ഞാനിപ്പോൾ ഓൾറെഡി ആ കസ്റ്റർഡ് ബേസ് ഞാൻ ഇതാക്കാൻ വെച്ചു. ഇനിയും തണുക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മുട്ടയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഓൾമോസ്റ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്തെടുക്കാം.
റൗണ്ടാണ്. അതിലുണ്ടാക്കാൻ പോകുന്ന ഡിഷ് റാസ്ബെറി ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് പുഡിംഗ്. അത് ബേക്ക് ചെയ്യും. അതിൽ നമ്മൾ ക്രോസോൺസ് വച്ചിട്ടാണ് നമ്മൾ അത് ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. ഈ വൈറ്റ് ചോക്ലേറ്റ് ആൻഡ് റാസ്ബെറി പുഡിങ്ങിന് വേണ്ടി നമ്മൾ ക്രോസോൺസ് യൂസ് ചെയ്യും. അത് ഒരു ദിവസം പഴയതാണെങ്കിൽ അത്ര നല്ലത്. ഇത് ചെറുതായതുകൊണ്ട് ഞാനൊരു 6 പീസ് യൂസ് ചെയ്യാൻ പോവാണ്. ഇത് ഒരു 2 ആൾക്ക് കഴിക്കാൻ ആയിട്ടുള്ള സർവിങ് സൈസ് 2 പോർഷൻസ് ആണ്. പിന്നെ ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. റാസ്ബെറീസ് എടുക്കണം, 1/2 കപ്പ് റാസ്ബെറീസ്, 2 മുട്ട, 1 മുട്ടയുടെ മഞ്ഞ, വനില എസൻസ്, ഷുഗർ, പിന്നെ പൈനാപ്പിൾ ജ്യൂസ്. ഇത് മൊലാസസ് ആണ്. ഇത് ഏത് സൂപ്പർ മാർക്കറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. ഇതും പൈനാപ്പിൾ ജ്യൂസും ഷുഗർ ഇട്ട് നമ്മളൊരു സോസ് ഉണ്ടാക്കും. ഇവിടെ മിഡിൽ ഈസ്റ്റിൽ റം സോസ് നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോണേ. അതിൽ ഈ മൊലാസസ് യൂസ് ചെയ്യും. പിന്നെ അതിൽ ഇടാൻ പോണത് ആൽമണ്ട് എസൻസ്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വൈറ്റ് ചോക്ലേറ്റ്, 1/2 കപ്പ് ഹെവി ക്രീം, 1/2 കപ്പ് വിപ്പിംഗ് ക്രീം. ഇത് രണ്ടും. പിന്നെ ബട്ടർ, ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ. ആദ്യം ഈ ക്രോസോൺസിനെ കട്ട് ചെയ്ത് ബ്ലോക്സായി കട്ട് ചെയ്ത് ബേക്കിംഗ് ഡിഷിലാക്കും. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഈ ബേക്കിംഗ് ഡിഷിൽ ബട്ടർ സ്പ്രേ ചെയ്യും. ബട്ടർ സ്പ്രേ നമുക്ക് വേണമെങ്കിൽ ബട്ടറും അതിലേക്ക് പരട്ടാം. ഇനി ഈ ക്രോസോൺസ് നമ്മൾ ഇതിനകത്ത് പ്ലേസ് ചെയ്യും. ഇപ്പോൾ ഒരു സോസ് ഉണ്ടാക്കാൻ പോണു. റം സോസിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഇത് മൊലാസസ് ഏത് സൂപ്പർ മാർക്കറ്റിലും കിട്ടും. ഒരു സ്പൂൺ പൈനാപ്പിൾ ജ്യൂസ്, 3 ടേബിൾ സ്പൂൺ ഷുഗർ. ഇത് നമ്മൾ ഇച്ചിരി വെള്ളം മിക്സ് ചെയ്യും. ഇതിലേക്ക് ഇടാൻ പോണ 1 സ്പൂൺ ആൽമണ്ട് എസൻസ്. അതിനെ ഒന്ന് ചൂടാക്കാം. ഹലോ, സുമ, എന്തായി? ഓക്കെ, എന്തൊക്കെയാണ് പരിപാടി? വൈറ്റ് ചോക്ലേറ്റ്, റാസ്ബെറി, ക്രോസോൺ പുഡിംഗ് ബേസ് ആണോ? അത് ബേസിന് വൈറ്റ് ചോക്ലേറ്റും റാസ്ബെറി, ക്രീം, വിപ്പിംഗ് ക്രീം, ഹെവി ക്രീം, വിപ്പിംഗ് ക്രീം. പിന്നെ റം സോസ് ഇല്ല, അതുകൊണ്ട് മൊലാസസും ആൽമണ്ട് എസൻസും പിന്നെ പൈനാപ്പിൾ ജ്യൂസും കൂടെ മിക്സ് ചെയ്ത്. അത്ര ഇഷ്ടമുള്ള ഫ്ലേവർ അല്ല. അപ്പോൾ നല്ലതായിട്ട് ഉണ്ടാക്കുക. കാര്യം ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഒരുപാട് ചെയ്യാൻ അറിയുകയും ചെയ്യുന്ന ഒരാളാണ്. നോട്ട് യുവർ ഫോർട്ടി അല്ല, കണ്ടിട്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഇതിപ്പോൾ ഷുഗർ ഡിസോൾവ് ആയി. ഇതിലേക്ക് ഈ റാസ്ബെറി ആഡ് ചെയ്യും. ഇച്ചിരി തണുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റാസ്ബെറി ഇതിലേക്ക് ആഡ് ചെയ്യും. നമ്മൾ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് 2 മുട്ട ഇച്ചിരി സ്ലൈറ്റ്ലി വിസ്ക് ചെയ്യും. ഇതിങ്ങനെ ശകലം വിസ്ക് ചെയ്ത് ഒരു എഗ് യോക്കും കൂടെ ആഡ് ചെയ്യുക. നമ്മുടെ ഈ റം സോസ് മൊലാസസ് സോസ് റെഡിയായി. അപ്പോൾ തണുത്തു. അപ്പോൾ നമുക്കിത് റാസ്ബെറിയിലേക്ക് ആഡ് ചെയ്ത് ഈ റാസ്ബെറി ഇച്ചിരി ഇതിൽ സോക്ക് ചെയ്യാം. ഇതൊരു 5 മിനിറ്റ് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമ്മളിത് റാസ്ബെറിയുടെ മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്യും. ഇത് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. ഇപ്പോൾ നമ്മളൊരു സോസ് ഉണ്ടാക്കാൻ പോവാണ്, ചോക്ലേറ്റ് സോസ്. അതിന് നമ്മൾ ഹെവി ക്രീം, 1/2 കപ്പ് ഹെവി ക്രീം, പിന്നെ വിപ്പ് ക്രീം, ബട്ടർ. ഒന്ന് മൈൽഡായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഇതിലേക്ക് മിക്സ് ചെയ്യും. ഇതൊരു 130 ഗ്രാംസ് വൈറ്റ് ചോക്ലേറ്റ് ആണ്. ഇപ്പോൾ ബട്ടർ 1 സ്പൂൺ. ഇത് നമ്മൾ ഇനി ഈ ചോക്ലേറ്റ് ഇതിലേക്ക് ആഡ് ചെയ്യും. ഇനി ഈ ചോക്ലേറ്റ് സോസ് നമ്മൾ ഈ ബ്രെഡിലേക്ക് ഒഴിക്കുക. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ വെള്ളം ബോയിൽ ചെയ്യണം, നല്ല ചൂട് വെള്ളം. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട്
പോവാണ്. അപ്പോൾ നമ്മളതിൻ്റെ ഹാഫ് ലെവൽ വരെ വെള്ളം ചൂടായി വെള്ളം ഒഴിക്കും. നമ്മൾ ഇതൊരു 20 to 25 മിനിറ്റ്സ് ഇത് അവനിൽ ബേക്ക് ചെയ്യാൻ വയ്ക്കും. ഇതൊരു പ്രീ ഹീറ്റഡ് അവനിൽ ഒരു 20-25 മിനിറ്റ്സ്. സുമ ഇങ്ങനെ എന്താണ് ഇപ്പൊ ബേക്ക് ചെയ്യാനാണോ? അതെ. കേറ്റി അല്ലേ? നല്ല പാത്രങ്ങളാണ് കേട്ടോ. യു ഹാവ് ഗുഡ് എന്താ പറയാ ഡിഷസ് ഒക്കെ ഭയങ്കര രസമാണ് കളക്ഷൻ. അപ്പൊ വാട്ടർ ബാത്തിലാണ് ബേക്ക് ചെയ്യുന്നത്, ടെക്സ്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇടാനുണ്ട്. അപ്പൊ ലാസ്റ്റ് സ്റ്റേജിന് ഇനി ബേക്കിംഗ് ടൈമേ ഉള്ളൂ അല്ലേ? അതെ. പിന്നെ സോസ് നമുക്ക് ബേക്കിംഗ് ടൈം തന്നിട്ടുണ്ടല്ലോ. നമുക്ക് ഏതാണ്ട് ഒരു 1 hour ബേക്കിംഗ് ടൈമും അല്ല ബേക്കിംഗ് ടൈമും അല്ലെങ്കിൽ സെറ്റിംഗ് ടൈം ഏതെങ്കിലും ഒന്ന് 1 hour വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ സമയമുണ്ട്. ടെൻഷൻ വേണ്ട. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ റാസ്ബെറി സോസ് ഉണ്ടാക്കാൻ പോവാണ്. അത് ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡ്രിസിൽ ചെയ്യാം. അപ്പോൾ ഇതിന് വേണ്ടത് ഷുഗർ, ബട്ടർ, പിന്നെ റാസ്ബെറി, പിന്നെ വെള്ളം. സോസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പാൻ ചൂടായി നമ്മൾ റാസ്ബെറി പിന്നെ ബട്ടർ ഇത് ഒന്ന് നല്ല ബോയിലായിട്ട് അത് ഒരു മഷി ആവണം. അതുവരെ നമുക്കത് കുക്ക് ചെയ്യാം. അങ്ങനെ നമ്മളുടെ പുഡിംഗ് റൗണ്ടിലെ മറ്റ് 2 വെറൈറ്റി പുഡിങ്സ് ആണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞത്. ഇപ്പൊ സുമ ആൻഡ് ശരണ്യ. അപ്പൊ ഇപ്പൊ സുമയുടെ പുഡിംഗ് എന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ സുമയെ വിളിക്കാം. സുമ പ്ലീസ്. സുമയുടെ പ്രസന്റേഷൻസ് ഒക്കെ എപ്പോഴും വളരെ ഭംഗിയാണ്. നല്ല നല്ല പാത്രങ്ങളാണ് അല്ലെ പ്ലേറ്റിങ്ങിന് കൊണ്ടുവരുന്നത്. എപ്പോഴും എക്സ്പെരിമെന്റ്സിന് ട്രൈ ചെയ്യാറുമുണ്ട്. അപ്പൊ ഇത് സക്സസ്ഫുൾ ആയി വന്നോ തോന്നുന്നു? ഓക്കെ, ബേക്ക്ഡ് ആയിരുന്നു അല്ലേ? ആ വാട്ടർ ബാത്തിൽ തന്നെ ബേക്ക് ചെയ്തെടുത്തു. അത് കറക്റ്റ് ടെക്സ്ചർ എല്ലാം ശരിയായി വന്നോ? അപ്പൊ ഇതെന്താണ് ഉദ്ദേശിച്ചത്? റാസ്ബെറി ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് പുഡിംഗ്. ഇത് എവിടെ നിന്നാണ് ഇൻസ്പിറേഷൻ? ഞാൻ സ്വീറ്റ് ആളല്ല. സം കൺട്രി എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ. ഇല്ല, അതില്ല. ഓ, അത് ശരണ്യാണ്. ഓക്കെ, സോറി. ഓക്കെ, അപ്പോൾ സ്വീറ്റിന്റെ ആളല്ല, ബട്ട് സ്റ്റിൽ അറ്റംപ്റ്റഡ് അല്ലേ? യെസ്. ബ്രെഡ് പുഡിംഗ് എല്ലാം കഴിക്കുന്നുണ്ട്. സംതിങ് സിമിലർ ടേസ്റ്റ് വൈസ്. പിന്നെ ആ റാസ്ബെറി പ്യൂറി ആണോ ചേർത്തിരിക്കുന്നത്? സോസ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ മാത്രമല്ലേ ഉള്ളൂ. അത് കൂടുതൽ ഡീപ്പായിട്ട് പോകുന്നില്ലല്ലോ. പോയി കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ടൊരു കോൺട്രാസ്റ്റിംഗ് ഫ്ലേവറായി പോകും. ബട്ട് ദ റെസ്റ്റ് ഓഫ് ഇറ്റ് ഇസ് ഓക്കെ, ഗുഡ്. ഇനി അടുത്തത് എന്താണ്? ഇത് നെക്സ്റ്റ് ഇസ് ഒരു ക്ലൗഡൊക്കെ ഉള്ളൊരു പുഡിങ്ങാണ്. ഇതിപ്പോൾ ശരണ്യ തയ്യാറാക്കിയത് എൻ്റെ മുന്നിലുണ്ട്. ശരണ്യ പറഞ്ഞോളൂ. ഗുഡ് പ്രസന്റേഷൻ, നൈസ്. ഇത് ആക്ച്വലി സ്നോ ഇൻ പാഷൻ എന്നാണ് ഞാൻ പേരിട്ടിരിക്കുന്നത്. സ്നോ ഇൻ പാഷൻ. ബേസിക്കലി അതിനൊരു സ്നോ ലുക്കാണ്. അപ്പം എഗ് വൈറ്റ്സ് ഫ്ലഫ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. സ്നോ ഇൻ പാഷൻ, പാഷൻ ഫ്രൂട്ട് ഫ്ലേവർ. അതെ.
പാഷൻ ഫ്രൂട്ട് ഫ്ലേവർ, ഒരു a little bit of orange as well. ഓക്കെ നൈസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയതെന്ന് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി കഴിച്ചിട്ട് ഒരു അഭിപ്രായം പറയാം. വെരി നൈസ്. Thank you. Thank you. ഇനി കൂടുതലൊന്നും പറയാനില്ല. അത്ര നന്നായിരിക്കുന്നു. ഗംഭീരായിരിക്കുന്നു. വെരി വെരി നൈസ്. Thank you. And the presentation also very nice. Thank you. Taste is ഞാൻ also ആക്ച്വലി ഭയങ്കര ടെൻസ്ഡ് ആയിരുന്നു ത്രൂ ഔട്ട് ദ കുക്കിംഗ്. അപ്പം ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും സന്തോഷമുണ്ട്. ഫൈനൽ ഔട്ട്പുട്ട് ഇസ് എക്സലന്റ്, ടേസ്റ്റ് വൈസ്, പ്രസന്റേഷൻ വൈസ് ആൻഡ് ദ ഐഡിയ വൈസ് ഓൾസോ. ഏത് രീതിയിൽ നോക്കിയാലും അതിൻ്റെ ഒരു സ്വാദിൻ്റെ കാര്യത്തിലും അവതരിപ്പിച്ചിരിക്കുന്ന രീതിയുടെ കാര്യത്തിലാണെങ്കിലും അതിൻ്റെ ഒരു തീമാണെങ്കിലും എല്ലാം. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ 2 പുഡിങ്സും നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ അല്ലേ? എത്ര രസകരമായിട്ടാണ് ഈ 2 പുഡിങ്സും അവർ തയ്യാറാക്കിയത്. സുമയാണെങ്കിലും വളരെ വ്യത്യസ്തമായൊരു പുഡിങ്ങാണ്, ബേക്ഡ് പുഡിംഗ് ആയിരുന്നു. ശരണ്യ ആണെങ്കിൽ ഒരു സ്നോ തീം പുഡിംഗ് ആയിരുന്നു. എന്തൊരു ഭംഗിയായിരുന്നു കാണാൻ. എന്തായാലും 2 പുഡിങ്സും ട്രൈ ഔട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ്. വെരി ടേസ്റ്റി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ആ പുഡിങ്സ് 2ഉം പരീക്ഷിക്കണം. അപ്പോൾ നമ്മളുടെ മത്സരം തീരുന്നില്ല. അപ്പോൾ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പുഡിംഗ് റൗണ്ട്. അപ്പോൾ കൂടുതൽ പുഡിംഗ് വിശേഷങ്ങളുമായി ഞാൻ തിരിച്ചു വരും. അതുവരെ ഗുഡ് നൈറ്റ്.